ഒരു പാമ്പ് മനുഷ്യനേക്കാൾ ഉയരത്തിൽ തല ഉയർത്തുമ്പോൾ കാട് തന്നെ ശ്വാസം പിടിക്കും. ഈ പാമ്പ് കാരണമില്ലാതെ ഒരാളിനെയും ആക്രമിക്കില്ല. പക്ഷെ മുന്നറിയിപ്പ് അവഗണിച്ചാൽ ഒരൊറ്റ കടിയിൽ ഒരു മനുഷ്യന്റെ സമയം തന്നെ തീരും. ഈ പാമ്പ് വേട്ടയാടുന്നത് മനുഷ്യന്മാരിനെയല്ല, എന്നാൽ ഈ പാമ്പ് വേട്ടയാടുന്നത് മറ്റു ചെറിയ പാമ്പുകളിനെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിഷമുള്ള പാമ്പാണ് ഇത്. കുഞ്ഞുങ്ങൾക്ക് വരെ പൂർണ്ണമായ വിഷമുണ്ട്. മുട്ടകൾക്ക് കാവൽ നിൽക്കുന്ന ഏക അമ്മ പാമ്പാണ് ഇത്. ഇതാണ് കിങ് കോബ്ര, കാടിന്റെ നിശബ്ദ രാജാവ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കിങ് കോബ്രകളിനെ കുറിച്ച്, നിങ്ങൾ അറിയാത്ത കാര്യങ്ങളിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. സമയം ഒട്ടും പാഴാക്കാതെ നമുക്ക് നേരെ വീഡിയോ തുടങ്ങാം. കിങ് കോബ്ര എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിഷമുള്ള പാമ്പാണ്. ഒരു പാമ്പിന് ഇത്രയും നീളം ഉണ്ടാകുമോ എന്ന് നമ്മൾ അമ്പരപ്പിക്കുന്ന തരത്തിൽ ഇതിന് 18 അടി വരെ വളരും. തൻ്റെ തല ഉയർത്തി നിൽക്കുമ്പോൾ ഒരു മനുഷ്യന്റെ നെഞ്ചോളം ഉയരത്തിൽ ഇതെത്തും. ആ നിമിഷത്തിൽ തന്നെ മനുഷ്യന്റെ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിക്കാം: ഇതൊരു സാധാരണ ജീവിയല്ല. എന്തുകൊണ്ടാണ് ഈ പാമ്പിന്റെ മുമ്പിൽ കിങ് എന്ന് പറഞ്ഞ പേര് വന്നത്? ഇത് മനുഷ്യരെ വേട്ടയാടുന്ന പാമ്പല്ല. ഇതിൻ്റെ പ്രധാന ഭക്ഷണമാണ് മറ്റു പാമ്പുകൾ. വിഷമുള്ള പാമ്പുകളിനെയും വിഷമില്ലാത്ത പാമ്പുകളിനെയും ഈ കിങ് കോബ്ര വേട്ടയാടി കഴിക്കാറുണ്ട്. അതുകൊണ്ടാണ് പാമ്പുകളുടെ ലോകത്തിൽ ഇതിന് കിങ് എന്ന് പറഞ്ഞ പേര് ലഭിച്ചത്. ഒരു കാട്ടിൽ കിങ് കോബ്രയുണ്ടെങ്കിൽ അവിടെ മറ്റു പാമ്പുകളുടെ എണ്ണം നിയന്ത്രണത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഇതിന് രാജാവ് എന്ന് പറഞ്ഞ പേര് കിട്ടിയത്. കിങ് കോബ്രയ്ക്ക് മറ്റു പാമ്പുകളേക്കാൾ കൂടുതൽ ബുദ്ധിയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഇത് വെറുതെ കടിക്കുന്നില്ല. സാഹചര്യം വരുമ്പോൾ അത് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ഇതാദ്യം നോക്കും. അവസാനം ഒരു മാർഗമില്ലാതെയാവുമ്പോഴാണ് ഇത് ആക്രമിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കിങ് കോബ്രയുടെ ആക്രമണം വളരെ കുറവാണ്. കിങ് കോബ്രയ്ക്ക് ഒരു ഭീഷണി തോന്നിയാൽ കിങ് കോബ്ര തൻ്റെ തലയുയർത്തും, കഴുത്തിൻ്റെ ഭാഗം വിരിച്ച് ഹുഡ് തുറക്കും. ഇത് ആക്രമണമല്ല, ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്. എൻ്റെ അടുത്തേക്ക് വരരുത്. ഇനി ഒരടി കാല് മുന്നോട്ട് വെച്ചാൽ ഞാൻ പിന്നെ ആക്രമിക്കും. അതാണ് കിങ് കോബ്ര പറയാൻ ഉദ്ദേശിക്കുന്നത്. കിങ് കോബ്രയുടെ വിഷം അതിശക്തമാണ്. ഒരു കടിയിൽ പുറപ്പെടുന്ന വിഷം പല മനുഷ്യരിനെ കൊല്ലാൻ കഴിയും. പക്ഷേ നിങ്ങൾക്കൊരു സത്യം അറിയോ? ഇത് പലപ്പോഴും വിഷം കളയാതെ കടിക്കാറുണ്ട്. കാരണം വിഷം ഇതിന് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് വളരെ അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇത് വിഷം കൊണ്ട് കടിക്കുന്നത്. എവിടെയാണ് കിങ് കോബ്രകൾ ജീവിക്കുന്നത്? ഇന്ത്യയിൽ, കേരളത്തിലെ കാടുകളിൽ, ശ്രീലങ്കയിൽ, തായ്ലൻഡിൽ, ഇന്തോനേഷ്യയിൽ കാടുകളിലും മുളക്കാടുകളിലും പുഴയോരത്തും ചിലപ്പോൾ മനുഷ്യവാസ പ്രദേശങ്ങളിലുമാണ് ഇവർ ജീവിക്കുന്നത്. മനുഷ്യർ കാട് നശിപ്പിക്കുമ്പോൾ രാജാവിന് വഴി തെറ്റുന്നു. അപ്പോഴാണ് മനുഷ്യനും കിങ് കോബ്രയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ലോകത്തിലെ ഏക അമ്മപ്പാമ്പാണ് കിങ് കോബ്രകൾ. കിങ് കോബ്ര കൂടുണ്ടാക്കുന്ന ഏക പാമ്പാണ്. ഇലകൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഇവർ കൂടുണ്ടാക്കുന്നത്. അതിൽ മുട്ടയിടും. കുഞ്ഞുങ്ങൾ വിരിയുന്നത് വരെ കാവലിരിക്കും. മറ്റു പാമ്പുകൾ മുട്ടയിട്ടതിന് ശേഷം അത് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകും. പക്ഷെ കിങ് കോബ്ര മാത്രമാണ് ഒരു അമ്മനെ പോലെ കാത്തിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ പുറത്തു വന്നാൽ അമ്മ അവിടെ നിന്ന് മാറും. കാരണം ആ അമ്മ പാമ്പ് തന്നെ അവരെ വേട്ടയാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അമ്മ പാമ്പുകൾ മുട്ടയിൽ നിന്ന് കുഞ്ഞു വിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നത്. എന്നാൽ ഈ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് പൂർണ്ണമായ വിഷമുണ്ടാവും. അമ്മയുടെ സംരക്ഷണം ഇല്ല. പക്ഷെ ആദ്യ ദിനം മുതൽ തന്നെ ജീവിക്കാനുള്ള പോരാട്ടമാണ് അവർ നടത്തുന്നത്. ചെറിയ ശരീരവും വലിയ ഭാവിയും, ഒരു രാജാവാകാനുള്ള ഒരു യാത്രയ്ക്കാണ് അവർ പോകുന്നത്. ഒരു കിങ് കോബ്ര 20 വർഷം വരെയാണ് ജീവിക്കാറുള്ളത്. പക്ഷെ അതിൽ പലരും മനുഷ്യരിൻ്റെ ഭയത്തിൽ ഇരയാകുന്നു. നിങ്ങൾക്കിപ്പോൾ അറിയാലോ, ഈ പാമ്പ് ആക്രമിക്കുന്നത് വളരെ അവസാന നിമിഷത്തിൽ മാത്രമാണ്. ഇതിൽ നിന്ന് കിങ് കോബ്രയുടെ സന്ദേശം വളരെ ലളിതമാണ്: എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിന്റെ വഴി. ഇനി നമ്മൾ കിങ് കോബ്രയുടെ വിഷത്തിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. കിങ് കോബ്രയുടെ വിഷം അതൊരു വിഷം എന്ന വാക്കിൽ ഒതുക്കാനാവാത്ത ഒന്നാണ്. അതൊരു ജീവന്ത്യമായ രസായുധമാണ്. കോടിക്കണക്കിന് വർഷങ്ങളായി പ്രകൃതി പണിതെടുത്ത അതികൃത്യമായ ഒരു കൊല്ലൽ സംവിധാനമാണിത്. പല പാമ്പുകളിലും വിഷം ഉപയോഗിക്കുന്നത് ഇരയെ മരിപ്പിക്കാനാണ്. എന്നാൽ കിങ് കോബ്രയുടെ വിഷത്തിന് അതിലപ്പുറം ഒരു ലക്ഷ്യമുണ്ട്. എന്നാൽ ഇവയുടെ വിഷം മനുഷ്യ ശരീരത്തിലെ നാഡീമണ്ഡലത്തെ നേരിട്ട് ആക്രമിക്കുന്നു. കിങ് കോബ്രയുടെ വിഷം ന്യൂറോടോക്സിക് വെനമാണ്. അതായത് നിങ്ങളുടെ പേശികളിലല്ല ആദ്യം തകർക്കുന്നത്, നിങ്ങളുടെ രക്തത്തെയുമല്ല അത് തകർക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ശ്വാസമെടുക്കാൻ പറയുന്ന തലച്ചോറിലെ സന്ദേശത്തെയാണ് ആദ്യം മൗനം പാലിപ്പിക്കുന്നത്. എന്നാൽ ഈ വിഷം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാൽ, നിങ്ങളുടെ തലച്ചോർ നിങ്ങളുടെ അടുത്ത് പറയാണ് ശ്വാസം എടുക്കൂ എന്ന് പറയാണ്. പക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ കയറിയ വിഷം നിങ്ങളുടെ തലച്ചോർ പറയുന്നത് കേൾക്കില്ല. നാഡികൾക്കും പേശികൾക്കും ഇടയിലുള്ള ബന്ധം വിഷത്തിലെ ആ ന്യൂറോടോക്സിക് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യുന്നു. ഇതിന്റെ ഫലം എന്താണ്? നിങ്ങൾ ബോധത്തോടെ തന്നെ ഇരിക്കുന്നു,
കണ്ണുകൾ തുറന്നിരിക്കുന്നു, ചുറ്റുമുള്ളതെല്ലാം കാണുന്നു, കേൾക്കുന്നു. പക്ഷേ ശ്വാസമെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇതുകൊണ്ടാണ് കിങ് കോബ്രയുടെ വിഷത്തെ ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന വിഷങ്ങളിൽ ഒന്നായി മാറ്റുന്നത്. ഇത് വേദനയിലൂടെ കൊല്ലുന്നില്ല, ഇത് മൗനത്തിലൂടെയാണ് കൊല്ലുന്നത്. ഒരു കിങ് കോബ്രയ്ക്ക് ഒരു കടിയിലൂടെ ഏകദേശം 400 മുതൽ 600 മില്ലിഗ്രാം വരെ വിഷം ശരീരത്തിലേക്ക് വിടാൻ കഴിയും. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഒരു മനുഷ്യനെ കൊല്ലാൻ 7 മില്ലിഗ്രാം വിഷം മതിയാകും. അതുമാത്രമല്ല, ഒരു കിങ് കോബ്രയുടെ ഒരു കടിയിലുള്ള വിഷം ഒരു പൂർണ്ണ ആനയെ പോലും കൊല്ലാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതാണ് ഏറ്റവും വലിയ രഹസ്യം. ഒരു കിങ് കോബ്ര എപ്പോഴും വിഷം ഇഞ്ചക്ട് ചെയ്യാറില്ല. അതിന് വോളണ്ടറി കൺട്രോൾ ഉണ്ട്. അതായത് അതിന് തീരുമാനമെടുക്കാം, ഇതൊരു വേട്ടയാണോ അല്ലെങ്കിൽ ഇതൊരു ഭീഷണിയാണോ എന്ന് അതിന് തീരുമാനമെടുക്കാനുള്ളൊരു കഴിവുണ്ട്. അതിനാൽ ചിലപ്പോൾ അത് കടിക്കുമ്പോൾ വിഷം ശരീരത്തിലേക്ക് കയറ്റിവിടുന്നില്ല. ഇതിന് ഡ്രൈ ബൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ചിലപ്പോൾ കിങ് കോബ്രകൾ ശരീരത്തിൽ വിഷം കയറ്റിവെക്കാതെ ഡ്രൈ ബൈറ്റ് ചെയ്യുന്നത്? കാരണം വിഷം ഉണ്ടാക്കുന്നത് ശരീരത്തിന് അത്യന്തം ചെലവേറിയ പ്രക്രിയയാണ്. ഒരു കിങ് കോബ്രയ്ക്ക് ഒരു ഫുൾ വെനം സ്റ്റോക്ക് പുനഃസൃഷ്ടിക്കാൻ ദിവസങ്ങൾ മുതൽ ആഴ്ചകൾ വരെ എടുക്കും. അതുകൊണ്ട് അത് വിഷം അത്യാവശ്യത്തിനായി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. കിങ് കോബ്രയുടെ വിഷം വെറും കൊല്ലപ്പെടുത്താനുള്ള ആയുധമല്ല, അതൊരു ഭക്ഷണം ഉപകരണമാണ്. കിങ് കോബ്ര മറ്റു പാമ്പുകളെയാണ് പ്രധാനമായും ഭക്ഷിക്കുന്നത്. പാമ്പുകൾ വേഗത്തിൽ പണിഞ്ഞു പോരാടുന്ന ജീവികളായതിനാൽ വിഷം അതിവേഗം പ്രവർത്തിക്കണം. അതിനാലാണ് കിങ് കോബ്രയുടെ വിഷം മിനിറ്റുകൾക്കുള്ളിൽ നാഡീമണ്ഡലം പൂട്ടുന്നത്. ഇനിയൊരു ഭയപ്പെടുത്തുന്ന സത്യം കേൾക്കാം. കിങ് കോബ്രയുടെ വിഷം രക്തത്തിൽ കലർന്നാൽ ആദ്യം ബാധിക്കുന്നത് കണ്ണിമകൾ, മുഖപേശികൾ, നാവ്, കഴുത്ത്, പിന്നീട് ശ്വാസകോശം, അങ്ങനെ അവസാനം അവരുടെ മരണം സംഭവിക്കും. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ആ ഭയപ്പെടുത്തുന്ന വിഷം തന്നെയാണ് ഇന്ന് മനുഷ്യരിനെ രക്ഷിക്കുന്നത്. കിങ് കോബ്രയുടെ വിഷത്തിൽ നിന്നാണ് വേദന നശിപ്പിക്കുന്ന മരുന്നുകൾ, നാഡീരോഗങ്ങൾക്ക് ചികിത്സ, ക്യാൻസർ റിസർച്ച് വരെ നടത്തുന്നത്. മരണം വഹിച്ച അതേ ദ്രാവകം ഇന്ന് ജീവൻ രക്ഷിക്കുന്നു. കിങ് കോബ്രകൾ ഇപ്പോൾ അപകടത്തിലായ ഒരു ജീവിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യനിപ്പോൾ കാട് നശിപ്പിക്കുന്നു. ഇനി കിങ് കോബ്രകൾ ഇല്ലാതെയായാൽ കാടിന്റെ ബാലൻസ് തകരും. കാരണം ഇത് മറ്റു പാമ്പുകളുടെ എണ്ണം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. എൻ്റെ ഈ വീഡിയോ അവസാനം വരെ കണ്ടതിൽ വളരെ നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ ഭാവിയിൽ വീഡിയോസ് ഇടാൻ പോകുന്നത്. നിങ്ങൾക്കറിയോ, ഇതുപോലത്തെ വീഡിയോസ് ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പുതിയ വീഡിയോസ് ഉണ്ടാക്കാൻ ധാരാളം മോട്ടിവേഷൻ കിട്ടുന്നതാണ്. നിങ്ങളിൽ പലരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. അതുമാത്രമല്ല, ഈ വീഡിയോ ലൈക്കും ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് വരാം.